വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ചൂട് കപ്പയും പിന്നെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കൂടി ഒരു പിടി പിടിച്ചു. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഒരു കൊതി തോന്നി. അങ്ങനെ അത് കഴിച്ചു. അതിനുശേഷം വീടിനടുത്ത് തന്നെ, അതായത് മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞി പാർക്കുണ്ട്. അവിടെ പോകാനായിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എവിടെയെങ്കിലും പോകണമെന്ന് അറിയുമ്പോൾ അവർ ഹാപ്പിയാണ്. അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടി വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ്. അവർ ഭയങ്കര ഹാപ്പിയിലാണ്. മേക്കപ്പൊക്കെ ചെയ്ത് രണ്ടുപേരും തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ പോയാലോ? കൂട്ടി കുട്ടി ഓട്ടോയിൽ കയറിയാൽ ഇരുന്ന് പോണത് ചുരുക്കമാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ നിന്നിട്ട്, എത്ര ദൂരമാണെങ്കിലും നിന്നിട്ട് ഇങ്ങനെ പോവുള്ളൂ. ഇരിക്കുന്നു പറഞ്ഞാൽ അവൾ ഇരിക്കില്ല. ഇങ്ങനെ നിന്ന് അവൾക്ക് ഇങ്ങനെ കാഴ്ചയെ കണ്ട് പോകണമെന്നാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിക്കാനൊന്നും പോകാറില്ല. അവളങ്ങനെ നിൽക്കാറാണ് പതിവ്. അങ്ങനെ ഇതേ പാടം. അങ്ങനെ ഞങ്ങൾ മുളന്തുരുത്തി ഭാഗത്തുള്ള ഒരു കുഞ്ഞി പാർക്കിലെത്തിയിട്ടുണ്ട്. ആർക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഒരു കുഞ്ഞി പാർക്കാണ്, അത്ര വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും ഒരു കുഞ്ഞി പാർക്കാണ്. പിള്ളേർക്ക് ഒക്കെ ഇഷ്ടമാവും. ഊഞ്ഞാലൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ടൈം പോയിക്കോളും. അപ്പോൾ ഇവക്കുട്ടി പോയിട്ട് ആദ്യം തന്നെ ഒരു ഊഞ്ഞാലിൽ കയറി അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ഇനി അവൾ അതിലാടട്ടെ. പൊന്നു അപ്പുറവും ഇപ്പുറവും കൂടി കിടപ്പുണ്ട്. അപ്പോൾ കുട്ടി കൂടുതൽ ഇഷ്ടം ഊഞ്ഞാലിലിരിക്കാനാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ആടാനാണ് ഇഷ്ടം. പേടിയാണ്, ആ ഇരിപ്പുണ്ടല്ലോ, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഊഞ്ഞാലിലിരിക്കാൻ വരെ പേടിയാണ്. ഇവിടെ ഞങ്ങൾ മിക്കപ്പോഴും വരുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ദൂരമൊന്നുമില്ല. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് പ്രത്യേകിച്ച് ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇടയ്ക്കൊക്കെ വന്നിരിക്കാറുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ചുമ്മാ ഇരിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ പൊന്നൂസത്തെ താറാവിലോട്ട് കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊന്നൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ താറാവില്ലേ, അതിൻ്റെ പൊക്കത്ത് കയറാനാണ് കേട്ടോ. ഊഞ്ഞാലിനേക്കാളൊക്കെ ഇഷ്ടം ഈ താറാവിൻ്റെ പൊക്കത്ത് കയറാനാണ്. ഇവക്കുട്ടിക്ക് ഊഞ്ഞാലുമാണ് ഇഷ്ടം. അപ്പോൾ ആരൊക്കെ ഈ പാർക്കിൽ, കുഞ്ഞി പാർക്കിൽ, മുളന്തുരുത്തി ഭാഗത്തുള്ള ഈ കുഞ്ഞി പാർക്കിൽ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. എത്ര പേർക്ക് അറിയാം ഈ സ്ഥലം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പൊന്നൂസ് താറാവിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാ ഇപ്പോൾ ചേച്ചിക്ക് ഊഞ്ഞാലാട്ടി കൊടുക്കണേണ്. സാധാരണ ചേച്ചിയല്ലേ പൊന്നൂസിന് ഊഞ്ഞാലാട്ടി കൊടുക്കേണ്ടത്. ഇതേ തിരിച്ചാണ്, പൊന്നൂസാണ് ചേച്ചിക്ക് ഊഞ്ഞാലാട്ടി കൊടുക്കണത്. അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങളിവിടെ ഇരുന്നു കേട്ടോ. കുറച്ചധികം നേരം ഞങ്ങളിവിടെ ഇരുന്നു. അവർ പോകാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞ് ചേച്ചിപ്പെണ്ണും കുഞ്ഞിപ്പെണ്ണും ദേ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണതാണ്. തല്ല് പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കണതാണ്. അതിനുശേഷം ദേ പൊന്നൂസ് ഇതിലോട്ട് കയറണം എന്ന് വാശി പിടിച്ചിരിക്കണമായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് അത് നനഞ്ഞൊക്കെ ഇരിക്കണമായിരുന്നു. ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ ഞാൻ തുടച്ചൊക്കെ കൊടുത്ത് ലാസ്റ്റ് അവൾ പറയണതിലൊക്കെ കയറ്റി ഇറക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. ചേച്ചിക്കാണെങ്കിൽ അപ്പുറത്തും കയറണം, പൊന്നൂസിനാണെങ്കിൽ ഇപ്പുറത്തൊക്കെ കയറണം. അപ്പോൾ എല്ലാം കൂടി വായി പിടിച്ച് ഓടണേ മത്സരമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും വേറെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലോട്ടൊക്കെ കയറ്റി ഇറക്കട്ടെ കേട്ടോ. അങ്ങനെ അവർ പറയുന്നതൊക്കെ കേട്ട് കുറച്ച് നേരം അങ്ങനെ പാർക്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തു. കയറാനുള്ളതിലൊക്കെ കയറി. എന്നിട്ട് അവർക്ക് മതിയായപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വിടുന്നത് എവിടെയാണ്? നേരെ വിടുന്നത് വടക്കേക്കോട്ടെ പള്ളിയിലേക്കാണ് പോണത്. ഇപ്പോൾ നടക്കാവെത്തി കണ്ട. എന്നിട്ടും അവൾ ഇരിക്കണില്ല. അവൾ എന്നിട്ടും പറയണം ഞാൻ നിന്ന് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുകയാണ്. ഗായ്സ്, ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ഇങ്ങനെ നിന്ന് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പോയി പുതിയകാവും എത്തി. ഇവിടുത്തെ മറ്റേ പരിപാടികളൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എന്തോ രക്തരക്ഷസാ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല രസമാണ്. ഇതിലെ കൂടിയൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറയിലും എത്തി. അപ്പോൾ തൃപ്പൂണിത്തുറയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറയെ കൂടി ഇങ്ങനെ പോവുകയാണ് നേരെ പള്ളിയിലേക്ക്.
എനിക്ക് കൂടുതലും വൈകുന്നേരം സമയങ്ങളിൽ പുറത്തു പോകാനായിട്ട് ഇഷ്ടം. അതാകുമ്പോൾ വെയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. പെയ്താൽ ഒരു മഴ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഉച്ചയ്ക്കൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ പോയി വടക്കേക്കോട്ട പള്ളിയിലെത്തി. പള്ളിയുടെ അകത്തൊന്നും കയറണില്ല, കാരണം പ്രാർത്ഥനയൊക്കെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഔസേപ്പിതാവിനോട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് ഔസേപ്പിതാവിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. പക്ഷേ അതിന് മുമ്പ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് യുവക്കുട്ടിയുടെ ആഗ്രഹം പറയുന്നുണ്ട്. അത് സാധിപ്പിക്കാൻ വേണ്ടി ഇനി പോവുകയാണ്. എവിടേക്കാണെന്ന് അവിടെ എത്തിയിട്ട് കാട്ടിത്തരാട്ടാ. ടെൻറ്റഡാൻ, ഞങ്ങൾ തൃപ്പൂണിത്തുറയിലുള്ള ആര്യാസ് ഹോട്ടലില്ലേ, വെജിറ്റേറിയൻ ഹോട്ടൽ, അവിടെ വന്നേക്കാണ്. ഞങ്ങൾ പണ്ട് യുവക്കുട്ടീനെയൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊന്നൂസിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മസാല ദോശയും ചായ മെയിനാണ്. അങ്ങനെ അധികം വൈകാണ്ട് മസാല ദോശയൊക്കെ എത്തി. യുവക്കുട്ടി ആസ്വദിച്ച് കഴിക്കണേ കേട്ടോ. തന്നെ അവൾക്ക് വാരിയൊന്നും കൊടുക്കണ്ട, അവൾ തന്നെ കഴിച്ചോളും. പക്ഷേ പൊന്നൂസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ പൊന്നൂസിന് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ചമ്മന്തിയായിട്ട് കൂടുതൽ ഇഷ്ടം. തക്കാളിയുടെ ഒരു ചമ്മന്തിയാണ് തോന്നുന്നത്. സാമ്പാറിനെയും പിന്നെ വെള്ളച്ചമ്മന്തിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ആ തക്കാളിയുടെ ആ ചമ്മന്തിയാണ് എനിക്കിഷ്ടം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഉഴുന്നുവടയും പറഞ്ഞിട്ട് നല്ല ചൂട് ഉഴുന്നുവടയായിരുന്നു. പിന്നെ ചായ, ഇത് ഇപ്പോൾ കാണുന്ന പോലെയല്ല, ഭയങ്കര കുഞ്ഞു ഗ്ലാസ്സാണ്. ഇങ്ങനെ നമ്മൾ ആറ്റിയൊക്കെ കുടിക്കും. നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ് ആ ചായക്ക്. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്ക് യുവക്കുട്ടിനോട് എങ്ങനെ ഉണ്ടായിരുന്നു മസാല ദോശ എന്ന് ചോദിക്കാം. യുവക്കുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു മസാല ദോശ? അങ്ങനെ കൊതിച്ചിരുന്ന യുവക്കുട്ടിക്ക് മസാല ദോശയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അവളുടെ അഭിപ്രായമൊക്കെ കേട്ടല്ലോ, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ഇനി നേരെ വീട്ടിലേക്കാണ്, വേറെ എങ്ങും പോകാനില്ല. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. കൊച്ചു സന്തോഷങ്ങളല്ലേ, അപ്പോൾ നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചൊരു കുഞ്ഞു വീഡിയോ ആണ്. പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ഒരു സന്തോഷം അത് നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇവക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ദിവസമാണ്. അത് കുട്ടി ആഗ്രഹങ്ങളാണ് അവൾ പറയാറ്, അപ്പോൾ അതങ്ങൾ സാധിച്ചു കൊടുത്തു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പുതിയ വീഡിയോസുമായിട്ട് കാണാം കേട്ടോ. ബൈ.